തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു വചനം പ്രത്യാശയുടെ വചനമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 11-ാം വാക്യം. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. ഞാൻ ആ വചനം ഒരിക്കൽ കൂടി വായിക്കാം. യെശയ്യാ 61:11. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം, മഴ പെയ്തു കഴിഞ്ഞാൽ, മണ്ണ് നനഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിൽ കിടക്കുന്ന വിത്ത് സാവധാനത്തിൽ മുളയ്ക്കാൻ തുടങ്ങുകയാണ്. ആ വിത്തിങ്ങനെ മുളച്ച് വളർന്ന് അത് വലിയ ചെടിയായി തീരുകയാണ്. വേനൽക്കാലമായാൽ ദേശം മുഴുവനും ഉണങ്ങി കരിഞ്ഞ് വരണ്ട് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. മഴ പെയ്തു കഴിയുമ്പോൾ പച്ചപ്പ് നിറയുകയാണ്. പച്ച കളറുള്ള സ്ഥലത്തേക്ക്, പുല്ലുകളിലേക്കൊക്കെ നോക്കിയാൽ തന്നെ കണ്ണിന് തന്നെ സൗഖ്യമാണ്. ഇപ്പം തിരുവചനം പഠിപ്പിക്കുകയാണ്, സ്തുതി ഉയരും, നീതിയും സ്തുതിയും എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പ്രത്യേക വിധത്തിൽ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. വരണ്ടുണങ്ങിക്കിടക്കുന്ന സ്ഥലം, പ്രതീക്ഷയില്ലാത്ത സ്ഥലം, ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ കൃപയൊഴുകുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊരു കാര്യം ഓർക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശാരീരികമായ രോഗം മൂലം അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഒരു സഹോദരി. ആ സഹോദരിക്ക് വാൽവിന് പ്രശ്നമാണ്. 16-17 വയസ്സ് പ്രായമേ ഉള്ളൂ. ഒരു അക്രൈസ്തവ സഹോദരിയാണ്. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ നടക്കുന്നു എന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അയൽവക്കത്തുണ്ടായിരുന്ന ചിലരെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. ഈ പെൺകുട്ടി ജനിച്ച നാളു മുതലേ രോഗിയാണ്. പല മരുന്നുകളും മാറി മാറി കഴിക്കുന്നുണ്ട്. അങ്ങനെ ആ സഹോദരി വചനം കേൾക്കാനായിട്ട് വന്നു. ഞങ്ങളുടെ ഇടവകയിൽ ആ കാലഘട്ടത്തിൽ എല്ലാ ശനിയാഴ്ചയും അവിടെ വചന ശുശ്രൂഷയുണ്ടായിരുന്നു. ആ വചന ശുശ്രൂഷയിൽ അവർ വന്ന് പങ്കെടുക്കും. ആ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകും. കൂടെയുള്ള ആ അമ്മച്ചിയോട് ഈ 16 വയസ്സ് പ്രായമുള്ള പെങ്കൊച്ച് പറയും, ഞാൻ ഈശോയെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴാ അമ്മച്ചി പറയും, നീ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഈ പെൺകുട്ടി ഒരു നിസ്സാര പെൺകുട്ടിയല്ല, 16 വയസ്സേ ഉള്ളെങ്കിലും അവൾക്ക് പാരഡി ഗാനങ്ങൾ എഴുതാനൊക്കെ അറിയാം. അതുകൊണ്ട് കർത്താവിനെതിരായി പല പാരഡി ഗാനങ്ങളും അവൾ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും കർത്താവിൻ്റെ ട്യൂണുള്ള പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവൾ അതിന് പറ്റുന്ന പാരഡി ഗാനങ്ങൾ എഴുതും. പലതവണയായി ഈ വചനം കേൾക്കാനായിട്ട് വന്ന് അവളുടെ മനോഭാവത്തിന് വ്യത്യാസം വരാൻ തുടങ്ങി. തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും
ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. അത് മുളച്ചു വളരാൻ കർത്താവ് ഇടയാക്കും. സ്തുതി ഉയരും. ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 61-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും: സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് യേശുക്രിസ്തുവിന് 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വച്ചിരിക്കുകയാണ്. സ്തുതിയുടെ മേലങ്കി നൽകാനാണ് യേശു ഈ ലോകത്തിലേക്ക് വരുന്നത് എന്ന്. സ്തുതിയുടെ മേലങ്കി. ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികളാക്കി ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞു, ആത്മാവിൻ്റെ ദാഹം തീർക്കലാണ് സ്തുതിപ്പ് എന്ന്. നാം ദൈവത്തെ സ്തുതിക്കുന്നത് വഴി നമ്മുടെ ആത്മാവ് ശാന്തമാവുകയാണ്. നമ്മുടെ ആത്മാവ് അഭിഷേകം കൊണ്ട് നിറയുകയാണ്. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തോട്ടത്തിലെ മരങ്ങളാക്കി ആ തോട്ടത്തിൽ നമ്മളെ ദൈവം വളർത്തുകയാണ്. അതിൻ്റെ അർത്ഥം ഒരു പ്രത്യേക പരിചരണം ദൈവം നമുക്ക് തരുമെന്ന്. കൃഷിക്കാർ അങ്ങനെയല്ലേ? കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ ഒരു വാഴക്കൃഷി ആയിക്കൊള്ളട്ടെ, റബ്ബർ കൃഷി ചെയ്യുന്നതായിക്കൊള്ളട്ടെ, എന്ത് കൃഷിയാണെങ്കിലും കൃഷി അങ്ങ് ഇറക്കിക്കഴിഞ്ഞാൽ കർഷകൻ എന്താ ചെയ്യുന്നത്? കർഷകൻ എന്നും ആ പറമ്പിലേക്ക് വരികയാണ്. എന്നും ആ പറമ്പിൽ വന്ന് അതിന് പുതിയ ഇലകളുണ്ടാകുന്നുണ്ടോ, അത് വളരുന്നുണ്ടോ, അതിന് വേറെ വള്ളികൾ വന്ന് ചുറ്റുന്നുണ്ടോ, അതിനെന്തെങ്കിലും കേട് പറ്റുന്നുണ്ടോ, അത് കാറ്റത്ത് വളഞ്ഞു നിൽക്കുന്നുണ്ടോ, വളഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അതിനെ കൊണ്ട് നേരെ നിർത്തുക, വെള്ളം കിട്ടാതിരിക്കുന്നുണ്ടോ, മറ്റേതെങ്കിലും ചെടികൾ വന്ന് അതിനെ ആക്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകൻ എപ്പോഴും ആ തോട്ടത്തിലുണ്ട്. ഇപ്പം കർത്താവ് നട്ടുപിടിപ്പിച്ച ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദൈവം നമ്മളെ സംരക്ഷിച്ച് വളർത്തും എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവം നമ്മളെ സംരക്ഷിച്ച് വളർത്തുമ്പോൾ നാം ചെയ്യേണ്ട കാര്യം എന്താണ്? നന്ദിയും സ്തുതിയും പറഞ്ഞ് നാം ജീവിക്കണം. നീതിയും സ്തുതിയും നമ്മളിൽ ഉയരുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നീതി എന്ന് പറഞ്ഞാൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 25-26 നാം വായിക്കും: അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് തൻ്റെ നീതി വെളിപ്പെടുത്തി. നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ നോക്കാതെ, നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ നോക്കാതെ ദൈവം നമ്മളെ സ്വന്തമാക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളൊന്നും ദൈവം ഓർക്കുകയില്ല. കഴിഞ്ഞതൊന്നും ഓർക്കുകയേ വേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. ഇതാ പുതിയ കാര്യങ്ങൾ മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട, ഇതാ പുതിയ കാര്യങ്ങൾ മുളയെടുക്കുന്നു. എന്തായാലും ആകെ തകർന്ന ആ പെങ്കൊച്ച് അയൽവക്കത്തെ അമ്മയോടൊപ്പം സ്ഥിരമായിട്ട് വചനം കേൾക്കാനായിട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെ സ്തുതിക്കുന്നു? അന്ന് വരെ ഈ രോഗം മാറാൻ ആഗ്രഹിച്ചിരുന്ന ആ പെൺകുട്ടി, ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു വന്ന പെൺകുട്ടി, ഇപ്പോൾ ദൈവത്തെ കണ്ടില്ലെങ്കിലും വിശ്വാസത്തോടെ കർത്താവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, കർത്താവെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, കർത്താവെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു.
ദൈവത്തിന് ആരാധനയും സ്തുതിയും മഹത്വവും അർപ്പിച്ചാൽ ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. പരമപരിശുദ്ധനായ ദൈവം ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിലാണ് വസിക്കുന്നത്. ദൈവത്തിന് നാം സ്തുതികൾ കൊണ്ട് ഒരു സിംഹാസനം പണിയുകയാണ്. ജനം മുഴുവനും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന് ഇറങ്ങി വരാതിരിക്കാൻ പറ്റില്ല പ്രിയരെ. എത്രയോ പേരാണ് അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നത്, അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു പ്രയാസമുണ്ടെങ്കിൽ, ഒരു വേദനയുണ്ടെങ്കിൽ, ഉത്തരം കിട്ടാത്തൊരു കാര്യമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് ഈശോയെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഈ പ്രശ്നങ്ങളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഈ അവസ്ഥയോർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല കർത്താവേ. ഈ അവസ്ഥയെ നിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തി ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്, ഞാൻ അങ്ങയെ ആരാധിക്കുകയാണ്, അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ് എന്ന് പറയും. ദൈവത്തിന് മഹത്വം കൊടുത്ത് അങ്ങ് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവുകയാണ്. ഈ പെങ്കൊച്ച് ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിച്ച് അവൾക്ക് വ്യത്യാസമായി. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ വാൽവിൻ്റെ പ്രശ്നം പരിപൂർണമായി മാറിയിരിക്കുന്നു. ഡോക്ടർ പറയും ഇത് അത്ഭുതമായിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ കൊച്ചിനൊരിക്കലും ഒരു ഭാവിയില്ല. ഈ കൊച്ചൊരിക്കലും മുന്നോട്ട് പോവുകയില്ല. ആ കൊച്ചിന് വിവാഹം കഴിക്കാനോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനോ ഒന്നും ആ കൊച്ചിന് കഴിയുകയില്ല എന്ന് ഡോക്ടേഴ്സ് തീർത്ത് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ആ കൊച്ച് വെറും വേസ്റ്റ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വെറും വേസ്റ്റാണെന്ന് കരുതുന്നവരെ ദൈവം ഉയർത്തുകയാണ്. ഏത് രീതിയിലും ദൈവത്തിന് ഉയർത്താനായിട്ട് പറ്റും. കർത്താവ് ഇടപെട്ട് പ്രിയരെ. ആ കുഞ്ഞ് മുന്നോട്ട് പോയി വളർന്നു, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നീങ്ങാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഇതിൻ്റെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. ആ പിള്ളേർക്ക് ഇന്നുണ്ട്. ഒരു കൊച്ചിന് 22 വയസ്സ് പ്രായം, ഒരു കൊച്ചിന് 17 വയസ്സ് പ്രായം. 2 ആൺപിള്ളേർ, സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവ്, നല്ല വീടൊക്കെ വെച്ച്, നല്ല വണ്ടിയൊക്കെ മേടിച്ച്, ഒരു മരം കൊണ്ടിങ്ങനെ കട്ടിലിൻ്റെ കാലൊക്കെ കടയുന്ന ഒരു മെഷീനൊക്കെ മേടിച്ച് ആ സഹോദരൻ വർക്ക് ചെയ്ത് കുടുംബം അങ്ങനെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല പ്രിയരെ, അവരുടെ വീട്ടിൽ എല്ലാ ആഴ്ചയിലും ഇടവക പള്ളിയിലെ വികാരിയച്ഛനെ അനുവദിച്ച് മാറി മാറി വികാരിയച്ഛന്മാർ വരുന്നുണ്ട്. 3 വർഷം കൂടുമ്പോൾ വികാരിയച്ഛന്മാർ മാറുന്നു. അങ്ങനെ മാറി മാറി വികാരിയച്ഛന്മാർ വരുമ്പോഴും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് അവരൊരുമിച്ച് പ്രാർത്ഥിക്കാൻ അച്ഛന്മാർ അനുവാദം കൊടുക്കുന്നു. അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നാട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും സങ്കടമോ പ്രയാസമോ വന്നാൽ അവരുടെ അരികിലേക്ക് ഓടി വരികയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു. അനേകർ ഫോൺ വിളിക്കുന്നു, നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ ഫോൺ വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരിടയ്ക്കിടയ്ക്ക് ചില ആത്മീയ ഉപദേശം എന്നോട് ചോദിക്കും. ഞാനത് അവർക്ക് പകർന്നു കൊടുക്കും. കാരണം ഞാൻ ആത്മീയ പിതാക്കന്മാരുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് അവരെ നയിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. അവർ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. വർഷങ്ങളായിട്ട് അവർ നിലനിൽക്കുകയാണ്. തിരുവചനം പഠിപ്പിക്കുകയാണ്, മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെ, മണ്ണിൽ മുള പൊട്ടി വളരുന്നത് പോലെ, തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. അവരെക്കുറിച്ചൊരു വചനം എൻ്റെ മനസ്സിൽ വരുന്നത് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62:3.
കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. ആർക്കും വേണ്ടാതെ രോഗിയായി അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആ കുഞ്ഞിനെ ദൈവം ഉയർത്തി ഇന്ന് ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, ഇന്ന് വചനം പ്രസംഗിക്കുന്നുണ്ട്, ഒരു ധ്യാനമന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അനേക സ്ഥലങ്ങളിൽ ഇന്ന് ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട്. ആ കുടുംബത്തിലൂടെ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്നു. മക്കൾക്കും ആ അഭിഷേകം കിട്ടിയിരിക്കുന്നു. അവരോട് സംസാരിക്കുന്നവർക്കൊക്കെ അഭിഷേകമാകുന്നു. അതെ, സ്തുതിയുടെ മേലങ്കി തരാനാണ് കർത്താവ് കടന്നു വന്നത്. ഒരു വചനം ഇങ്ങനെ നമ്മൾ കാണും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 61-ാം അധ്യായം 4-ാം വാക്യത്തിൽ, പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും. പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, തലമുറകളായിട്ടുള്ള വിനാശങ്ങൾ അവർ പരിഹരിക്കും. ഇപ്പം തലമുറയായി കടന്നു വരുന്നതും കൂടെ മാറിപ്പോവുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ഒഴുകുകയാണ്. തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി ഇടപെടും എന്ന കാര്യം മറക്കരുത്. ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഒരിക്കലും മാറ്റി നിർത്താത്ത ദൈവമാണ് നമ്മുടെ ദൈവം. നീ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്ക് അവൻ കടന്നു വരികയാണ്. കർത്താവിന് കടന്നു വരാതിരിക്കാനായിട്ട് പറ്റുകയില്ല പ്രിയരെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 60-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും. ദൈവം അരുളി ചെയ്യുകയാണ്, ഞാനാണ് കർത്താവ്, യഥാകാലം ഞാൻ ഇത് ത്വരിതമാക്കും. പെട്ടെന്ന് ഞാനത് ചെയ്യുമെന്ന് കർത്താവ് പറയുകയാണ്. ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും. ദൈവത്തിന് എന്താ ചെയ്യാൻ പറ്റാത്തത്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സംസാരിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ പറയുകയായിരുന്നു, എൻ്റെ കുടുംബം വളരെ സമാധാനത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പം എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യമാരായി മക്കളായി ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. എല്ലാവരും ഒരുമിച്ച് ചേരണമെന്നും കൂട്ടായ്മയിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വചനം മറക്കരുത്. തകർന്നു പോയതിനെ പുനരുദ്ധരിക്കാൻ ദൈവം ഉപയോഗിക്കും. തകർന്നുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കാൻ ദൈവം, പ്രിയ മകനെ മകളെ, നിന്നെ ഉപയോഗിക്കും. ചിലപ്പോൾ നിൻ്റെ സംസാരം കൊണ്ടായിരിക്കാം അവരൊരുമിച്ച് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം. ഞാൻ ഓർക്കുകയാണ്, തിരുവനന്തപുരം സൈഡിൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ ഒരിടവകയിൽ എന്നും പ്രശ്നമാണ്. ഏത് അച്ഛന്മാർ വന്നാലും ആ അച്ഛന്മാരെ ആ ഇടവക്കാർ എന്തേലും പറഞ്ഞ് പല അച്ഛന്മാരെയും അടിച്ചോടിച്ചിട്ടുണ്ട്. എന്ത് വലിയ പ്രശ്നമാണ് അത്, വൈദികരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ. അവസാനം ബിഷപ്പ് ഒരു തീരുമാനമെടുത്തു. ആ ഇടവകയിൽ തന്നെ ജനിച്ച് വളർന്ന ആ ഇടവക്കാരനായ ഒരാൾ അച്ഛനായിട്ടുണ്ട്. പല അച്ഛന്മാരും ഉണ്ട്. ഏതായാലും ആ കൂട്ടത്തിൽ ആ അച്ഛനെ ആ ഇടവകയിൽ കൊണ്ടയാക്കി. ഈ അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൻ്റെയിടമുള്ള ആളുകളാണ്. ഈ അച്ഛൻ ആ ഇടവകയിൽ വന്നു. അപ്പം തൻ്റെയിടം, തൻ്റെ കഴിവ് ഈ അച്ഛനെ ആരും എതിർക്കുകയില്ല.
അത്രയും കഴിവുള്ള അച്ഛനാണ്. അതുകൊണ്ടാണ് ആ അച്ഛനെ അവിടെ ആക്കിയത് എന്നാണ് ജനം പറയുന്നത്. പക്ഷെ ബിഷപ്പിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ആ അച്ഛനെ അവിടെ ആക്കിയതിൽ. ഈ അച്ഛൻ അവിടെ വന്നിട്ട് തൻ്റെ കരബലമല്ല ഉപയോഗിച്ചത്. ഈ അച്ഛനോട് പറയുകയാണ്, ഈ ഇടവക എനിക്ക് കിട്ടിയപ്പോൾ, എൻ്റെ നാട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ ഒക്കെയുള്ള ഈ ഇടവക കിട്ടിയപ്പോൾ ഞാൻ ചെയ്തത് രാവിലെ 4:30 ആകുമ്പോൾ പള്ളി തുറന്ന് പള്ളിക്കകത്ത് പരിശുദ്ധ കുർബാന സക്രാരി തുറന്നിട്ട് സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ഞാൻ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇടവകയിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ 1 മാസം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഇടവക സമാധാനത്തോടെ മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ അച്ഛൻ്റെ പ്രാർത്ഥന വഴി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് അല്ലെങ്കിൽ സക്രാരിയുടെ മുമ്പിലിരുന്ന് ആ അച്ഛൻ പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ആ ഇടവകയിൽ വലിയ കൺവെൻഷനുകൾ നടത്താൻ കർത്താവ് ഇടയാക്കി. ഇന്ന് ആ ഇടവക വളരെ സമാധാനത്തോടെ മുന്നോട്ട് പോവുകയാണ്. തകർന്നതിനെ നീ പുനരുദ്ധരിക്കും. തകർന്നതിനെ നീ പുനരുദ്ധരിക്കും. ദൈവം ഇറങ്ങി വരും, ദൈവം ഇടപെടും. അതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് കരുതുന്നിടത്ത് ദൈവം തുടങ്ങും. ദൈവം പലതും നമുക്ക് വേണ്ടി ചെയ്യും. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ഒഴുകി വരുന്നതിന് നാം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുവചനം പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 62-ാം അധ്യായം 1-ാം വാക്യം, സീയോൻ്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ദൈവം നമ്മളെ നോക്കി പറയുകയാണ്, സീയോൻ്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ദൈവം പ്രവർത്തിക്കും. നമുക്ക് നീതി കിട്ടുന്നോടം വരെ, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നോടം വരെ ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അല്പം പോലും നിരാശ വേണ്ട. നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ദേശം അനുഗ്രഹിക്കപ്പെടും. ലോകത്തിലെ തിന്മ കണ്ട് ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ഉന്നത വിജയം കർത്താവിനാണ്. അതുകൊണ്ട് സകലതിനെയും അവിടുന്ന് പുനരുദ്ധരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, അങ്ങ് സ്തുതിയുടെ മേലങ്കി തരാനാണല്ലോ വന്നത്. ഞങ്ങളുടെ വിലാപം എല്ലാം മാറി തകർന്നതിനെ പുനരുദ്ധരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. തമ്പുരാൻ്റെ കരങ്ങളിൽ രാജകീയ മകുടമായി നിലകൊള്ളാൻ കൃപ ലഭിച്ചവരാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. തിരുവചനം ശ്രവിക്കുന്ന സകല മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.